ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആച്ചിയുടെ പാനിപ്പൂരി കിറ്റാണ്. അപ്പോൾ ഇത് ഫാമിലി പാക്കാണ്, 50 പൂരി ഉണ്ടാവും അതിൽ. അപ്പോൾ ഇത് റെഡി ടു കുക്കാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പാനിപ്പൂരി വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു ഫുൾ ഫാമിലിക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഇതിലുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം. ഒരു പൂരിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, ഒരു 50 പൂരി അടങ്ങുന്ന പാക്കറ്റ്. പിന്നെ ഒരു സീസണിങ് മസാല, ഒരു മിൻറ്റ് ചട്നി, ഒരു ടാമറിൻ ചട്നി. അപ്പോൾ ഈ ടാമറിൻ ചട്നിയും മിൻറ്റ് ചട്നിയും സീസണിങ് മസാലയും 2 പാക്കറ്റ് വീതമുണ്ട്. ഇതിൽ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പകുതി നേരത്തെ യൂസ് ചെയ്തായിരുന്നു. 400 ഗ്രാമാണ് ഈ പാക്കറ്റിന് വേണ്ടി പൊട്ടറ്റോ വേവിച്ചെടുക്കേണ്ടത്. പക്ഷെ ഞാൻ പകുതി യൂസ് ചെയ്യുന്നത് കൊണ്ട് 200 ഗ്രാം, ഏകദേശം ഒരു 2 പൊട്ടറ്റോ ഞാൻ വേവിച്ചിവിടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇടണം. പിന്നെ നമ്മുടെ സീസണിങ് മസാല ഇടുക. പിന്നെ നമുക്കിതെല്ലാം കൂടി ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായി ഉടച്ച് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിങ് പൂരിയിൽ നിറയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പൂരി വറുത്തെടുക്കാം. അതിനായിട്ട് വേറൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമ്മുടെ പൂരി 2 3 നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി ഇങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ബബിൾ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇടാം. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ ഇളക്കി വേണം നമുക്കത് വീർപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അത് വെറുതെ ഇട്ടനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവില്ല, വെറുതെ കിടന്ന് മുരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം വീർത്ത് വരണം പൂരി. അപ്പം നമുക്ക് പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്നി 2 നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ മിൻറ്റ് ചട്നി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഏകദേശം ഒരു 250 ml വെള്ളം ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ട് അത് ഇളക്കിയെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ടാമറിൻ ചട്നി എടുക്കാം. ടാമറിൻ ചട്നി വളരെ ടേസ്റ്റിയാണ്, എൻ്റെ ഫേവറേറ്റ് ചട്നിയാണിത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ പാനിപ്പൂരി റെഡിയാക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാനിപ്പൂരി ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ കൈവച്ച് തന്നെ ഒന്ന് പൊട്ടിച്ച് ഒരു ഹോള് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ് അതിലേക്ക് കുത്തി നിറയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ടാമറിൻ ചട്നി അതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ മിൻറ്റ് ചട്നി ഒഴിച്ചു കൊടുക്കാം. മിൻറ്റ് ചട്നിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ വായിലേക്ക് ഇട്ട് തിന്നോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.